ഇറാൻ വിരിച്ച കെണിയിൽ ട്രംപും നെതന്യാഹുവും വീണിരിക്കുന്നു. അമേരിക്കൻ അഹങ്കാരത്തിന് ഇറാൻ നൽകുന്ന മറുപടി ലോകത്തിന്റെയാകെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം എന്നത് വെറും അതിർത്തികളിലെ വെടിയൊച്ചകൾ മാത്രമല്ലെന്നാണ്. അത് കടൽ കടന്ന് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ കത്തുന്ന തീയായും മാറുമെന്നും ഇന്ന് ലോകം തിരിച്ചറിയുന്ന ഭയാനകമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഇറാന് നേരെ തുറന്നുവിട്ട യുദ്ധം ഇന്ന് ആഗോള വിപണിയുടെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ ഊർജ സ്ഥിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കിയതോടെ അത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ലാതാവുകയാണ്, മറിച്ച് ലോകത്തിന്റെ വിശപ്പടക്കുന്ന അടുക്കളകളെ പൂട്ടിക്കുന്ന സാമ്പത്തിക യുദ്ധമായി മാറിയിരിക്കുന്നു. ഇന്ധന ഇറക്കുമതി നിലച്ചതോടെ കേരളത്തിലെ ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാവുകയും അത് പതിയെ സാധാരണക്കാരുടെ അടുക്കളകളിലേക്ക് പടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ അമേരിക്കൻ അഹങ്കാരത്തിന് ഇറാൻ നൽകുന്ന മറുപടി ലോകത്തിന്റെ ആകെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. യുദ്ധം ആരംഭിക്കുമ്പോൾ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അത് വെറും ഒരു വീരവാദം മാത്രമാണെന്നാണ് അമേരിക്കൻ ഭരണകൂടവും ഇസ്രയേലും കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ചാൽ രാജ്യം തകരുമെന്നും 5 ദിവസം കൊണ്ട് തങ്ങൾക്കനുകൂലമായ ഒരു പാവാ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കാമെന്നും ട്രംപും നെതന്യാഹുവും മനക്കോട്ട കിട്ടി. എന്നാൽ ഖമേനിയുടെ രക്തസാക്ഷിത്വം ഇറാന്റെ ആത്മവീര്യം ചോർത്തുകയല്ല, മറിച്ച് അത് ജനതയുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ കനലുകൾ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് IRGC ഒരു ചാവേർ സംഘത്തെ പോലെ സർവ്വസന്നാഹങ്ങളുമായി തിരിച്ചടിച്ചതോടെ അമേരിക്ക കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ തിരികെ ആവാഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി. അവർ തെരുവിലിറങ്ങിയത് തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള അധിനിവേശത്തിനെതിരെ പോരാടാനായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതോടെ ഇറാന്റെ തന്ത്രം ലക്ഷ്യം കണ്ടു തുടങ്ങി. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടതോടെ ലോകരാജ്യങ്ങൾ പരിഭ്രാന്തിയിലായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാചകവാതക രംഗത്താണ് ഇത് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ചത്. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെട്ടതോടെ ഹോട്ടലുകളും ചെറുകിട വ്യവസായങ്ങളും പൂട്ടേണ്ട അവസ്ഥയിലെത്തി. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് സിലിണ്ടറുകൾ നിയന്ത്രിക്കേണ്ടി വരുന്നത് എത്രത്തോളം ഗുരുതരമായ സ്ഥിതി എന്ന് വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ പോലും വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് പല യൂണിറ്റുകളിലും നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചത് വരാനിരിക്കുന്ന വലിയൊരു ക്ഷാമത്തിന്റെ സൂചനയാണ്. ഹോട്ടലുകൾക്ക് 5-ലധികം സിലിണ്ടറുകൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ലെന്ന നിയന്ത്രണം കേരളത്തിലെ ഭക്ഷ്യമേഖലയെ തകർക്കുന്ന ഒന്നാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം വെറുമൊരു ഇന്ധന പ്രശ്നമല്ല, മറിച്ച് അത് നമ്മുടെ നിത്യജീവിതത്തിലെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ്. രാസവസ്തുക്കളുടെയും പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളുടെയും വില ഒരാഴ്ചക്കുള്ളിൽ 60% വർദ്ധിച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വസ്ത്ര നിർമ്മാണത്തിന് ആവശ്യമായ സിന്തറ്റിക് ഫൈബറുകൾ, പെയിന്റ്, പശ, എന്തിന് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഡയപ്പർ, സാനിറ്ററി പാഡുകൾ എന്നിവയുടെ പോലും വില കുതിച്ചുയരാൻ പോവുകയാണ്. 73ഓളം കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ വർധനവ് ടെക്സ്റ്റൈൽ, സ്റ്റീൽ, ഖനന മേഖലകളെ തകർക്കും. ഇന്ത്യ ആശ്രയിക്കുന്ന പശ്ചിമേഷ്യൻ വിപണിയിലെ ഈ തടസ്സം നമ്മുടെ വികസന സ്വപ്നങ്ങളെ തന്നെ പുറകോട്ട് വലിക്കുന്നതാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിറയൽ കാരണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നാണ് ഈ പണം ചോരുന്നത്. യുദ്ധം തുടരുന്നത് അമേരിക്കൻ വിപണിയെയും സാമ്പത്തിക ബാധ്യതകളിലേക്ക് തള്ളിവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഒടുവിൽ അമേരിക്കൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ കാരണമാകും.
നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെ കരുത്തോടെ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അമേരിക്കയെ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറാൻ പ്രേരിപ്പിക്കുകയാണ്. ആദ്യം ഇറാന്റെ ആണവായുധങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അമേരിക്ക പിന്നീട് നിലപാടുകൾ മാറ്റി മിസൈലുകൾ കുറയ്ക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഏതു വിധേനയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇറാന്റെ തന്ത്രപരമായ വിജയമാണ്. ഇറാൻ എന്ന രാജ്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിനുണ്ടായ വൻ തിരിച്ചടിയാണിത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഹോർമുസ് കടലിടുക്കിലെ തടസ്സം ശൈത്യകാലത്ത് ജനജീവിതം ദുസ്സഹമാക്കും. പ്രകൃതിവാതകത്തിന്റെ ലഭ്യത കുറയുന്നത് അവിടുത്തെ ഊർജ പ്രതിസന്ധി രൂക്ഷമാക്കും. യുദ്ധം വെറുമൊരു സൈനിക നീക്കമല്ലെന്നും അത് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്നും ഈ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആപ്പ് അധിഷ്ഠിത ക്ലൗഡ് കിച്ചണുകൾ മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ ഇന്ന് പ്രതിസന്ധിയിലാണ്. ഇന്ധനവില ഉയരുന്നത് ചരക്കു നീക്കത്തെ ബാധിക്കുകയും അത് വിപണിയിലെ സകല സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്നതിൽ ഈ യുദ്ധക്കൊതിയന്മാർ വിജയിച്ചിരിക്കുന്നു. സർക്കാർ തലത്തിൽ താൽക്കാലിക പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം നീണ്ടുപോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. BPCL, IOC യൂണിറ്റുകളിൽ വാണിജ്യ സിലിണ്ടർ വിതരണം നിർത്തിയത് ഇതിനോടകം തന്നെ കേരളത്തിലെ വിപണിയിൽ പ്രകടമായി തുടങ്ങി. വാണിജ്യ മേഖലയിൽ നിന്ന് ഈ പ്രതിസന്ധി ഗാർഹിക മേഖലയിലേക്ക് കടന്നാൽ അത് ജനരോഷത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. ഇറാൻ ലക്ഷ്യം വെച്ചതും ഇത് തന്നെയായിരുന്നു. ലോകത്തെ എണ്ണയ്ക്കായി മുറവിളി കൂട്ടിക്കുക, അതുവഴി അമേരിക്കയ്ക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുക. സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച് ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചവർ ഇന്ന് സ്വന്തം രാജ്യത്തെ വിപണി തകരുന്നതും ലോക രാജ്യങ്ങളുടെ ഒറ്റപ്പെടലും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവസാനം ഈ യുദ്ധം ആര് ജയിക്കും എന്നതിനേക്കാൾ ഉപരി എത്ര പേരുടെ ജീവിതം ഇത് തകർക്കും എന്നതാണ് പ്രധാനം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അധികാരമോഹങ്ങൾക്ക് മുന്നിൽ ബലിയാടാകുന്നത് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരാണ്. ഇറാൻ എന്ന കരുത്തുറ്റ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇന്ന് സ്വന്തം അടുക്കളകളിലെ തീ അണയുന്നത് കാണേണ്ടി വരുന്നു. യുദ്ധം എത്രയും വേഗം അവസാനിച്ചില്ലെങ്കിൽ അത് ലോകത്തെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല. ഇറാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ തോൽവി സമ്മതിച്ചുകൊണ്ടായിരിക്കണം. ആ തിരിച്ചറിവിലേക്ക് അമേരിക്കൻ ഭരണകൂടം എത്തുമ്പോഴേക്കും ലോകത്തിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടാകും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധതന്ത്രങ്ങൾ പശ്ചിമേഷ്യയുടെ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ആഗോള എണ്ണ വിപണിയുടെ സിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വാസ്തവത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതി വാതകത്തിന്റെയും വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഈ പാത ഭാഗികമായി തടസ്സപ്പെട്ടാൽ പോലും അതിന്റെ അലയൊലികൾ കിലോമീറ്ററുകൾക്കപ്പുറം ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ അടുക്കളയിലെ തീ അണയ്ക്കാൻ പര്യാപ്തമാണ്. പെട്രോളിയം കമ്പനികൾ ഇപ്പോൾ നടത്തുന്ന നിയന്ത്രണങ്ങൾ കേവലം തുടക്കം മാത്രമാണ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഹോട്ടൽ മേഖലയെ തളർത്തുമ്പോൾ അത് പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തെയാണ് ബാധിക്കുന്നത്. കേരളത്തിലെ തട്ടുകടകൾ മുതൽ വൻകിട റെസ്റ്റോറന്റുകൾ വരെ ഇന്ന് പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി ഗാർഹിക മേഖലയിലേക്ക് പൂർണ്ണമായി പടർന്നാൽ ഉണ്ടായേക്കാവുന്ന സാമൂഹിക ആഘാതം പ്രവചനാതീതമാണ്. ഇവിടെയാണ് ഇറാന്റെ രാഷ്ട്രീയ തന്ത്രം വിജയിക്കുന്നത്. സൈനികമായി തങ്ങളെ നേരിടാൻ വരുന്ന അമേരിക്കയെ സാമ്പത്തികമായി തളർത്തുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കൻ വിപണിയെ അസ്ഥിരപ്പെടുത്തുകയും ഡോളറിന്റെ മൂല്യത്തെ ബാധിക്കുകയും ചെയ്യും. ട്രംപ് ഭരണകൂടം വിചാരിച്ചതുപോലെ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഭിന്നത രൂക്ഷമായി കഴിഞ്ഞു. ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരന്നത്
അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന ജനരോഷം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും പരാജയം ഏറ്റുവാങ്ങിയ അമേരിക്ക മറന്നുപോയി എന്നതാണ് സത്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇരട്ടി പ്രഹരമാണ്. എണ്ണവില വർധനവിനൊപ്പം തന്നെ രാസവസ്തുക്കളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വിലക്കയറ്റം നമ്മുടെ നിർമ്മാണ മേഖലയെയും ടെക്സ്റ്റൈൽ വ്യവസായത്തെയും തകർക്കും. പോളി എത്തിലീൻ, PVC തുടങ്ങിയ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ പാക്കേജിങ്ങിനെ മുതൽ നിർമ്മാണ സാമഗ്രികളെ വരെ ബാധിച്ചു കഴിഞ്ഞു. ഇതിനർത്ഥം യുദ്ധം തുടർന്നാൽ നമ്മൾ വാങ്ങുന്ന ഓരോ ചെറിയ സാധനത്തിനും ഇരട്ടി വില നൽകേണ്ടി വരുമെന്നതാണ്. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഈ ക്ഷാമം മുതലെടുക്കാൻ കരിഞ്ചന്തക്കാരും ഊറ്റിവെപ്പുകാരും രംഗത്തിറങ്ങുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കും. കേരളത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് പരിശോധനകൾ ശക്തമാക്കുന്നുണ്ടെങ്കിലും വിതരണ ശൃംഖലയിലെ വിള്ളലുകൾ പരിഹരിക്കുക അത്ര എളുപ്പമല്ല. യൂറോപ്പിന്റെ അവസ്ഥ ഇതിലും ദയനീയമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ കൂടി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളെ ഊർജ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടയുന്നതോടെ യൂറോപ്പിലെ വ്യവസായശാലകൾ നിശ്ചലമാകുകയും തൊഴിലില്ലായ്മ രൂക്ഷമാകുകയും ചെയ്യും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വന്തം സഖ്യകക്ഷികൾ പോലും യുദ്ധത്തിനെതിരെ തിരിയുന്നത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ലക്ഷ്യം കണ്ടു എന്ന വരുത്തി തീർത്ത എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാനാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തങ്ങൾ നേരിട്ട നാശനഷ്ടങ്ങൾക്ക് പകരം ചോദിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിലാണ് IRGC. ചുരുക്കത്തിൽ ലോകത്തിന്റെ സമാധാനം എന്നത് ചില അധികാര കേന്ദ്രങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കൊളുത്തിയ തീ ഇന്ന് ലോകത്തിന്റെ അടുക്കളകളിൽ പുകയുകയാണ്. യുദ്ധവിറയിൽ ബാധിച്ച ഭരണാധികാരികൾക്ക് സാധാരണക്കാരന്റെ പട്ടിണി ഒരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ വിശക്കുന്ന വയറുകൾ തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി കേവലം ഒരു യുദ്ധമല്ല, ആഗോള ക്രമത്തെ മാറ്റിമറിക്കാനുള്ള നീക്കമാണ്. ഇത് മനസ്സിലാക്കാൻ വൈകിയ ഓരോ നിമിഷവും ലോകം നൽകേണ്ടി വരുന്നത് വലിയ വിലയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ വീഴുന്ന ഓരോ തുള്ളി രക്തവും ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഈ യുദ്ധം എന്നവസാനിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ഇതിന്റെ ആഘാതം ദശാബ്ദങ്ങളോളം നമ്മെ വേട്ടയാടുമെന്നത് ഉറപ്പാണ്.